തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റ വിവാദം നാളെ ചേരുന്ന മന്ത്രിസഭായോഗം ചർച്ച ചെയ്തേക്കും. സർക്കാരിനെ അറിയിക്കാതെ 49% ഓഹരികൾ MSC കമ്പനിക്ക് വിൽക്കാനുള്ള തീരുമാനത്തിൽ മന്ത്രിസഭായോഗം എന്ത് തീരുമാനമെടുക്കുമെന്നതിലാണ് ആകാംക്ഷ. വിമർശനം ശക്തമാകുമ്പോഴും നിയമസഭയ്ക്ക് പുറത്ത് ഇക്കാര്യത്തിൽ പ്രതികരണം നടത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ടി.വി. പ്രസാദ് നൽകും വിവരങ്ങൾ. ടി.വി. പ്രസാദ്, ഇത് മുഖ്യമന്ത്രി കൃത്യമായിട്ടുള്ള അജണ്ട വെച്ച് പ്ലാൻ ചെയ്ത കാര്യമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. വലിയ പ്രതിഷേധമൊക്കെ നിൽക്കുന്ന ഘട്ടത്തിൽ മന്ത്രിസഭായോഗം ചേരുമ്പോൾ എന്ത് തീരുമാനം, എന്തായിരിക്കും ഇനിയുള്ള നീക്കം സർക്കാരിന്റെ എന്ന് അറിയേണ്ടതുണ്ട്. അതാണ് ആകാംക്ഷ. അതിനൊപ്പം ഇതിൽ പ്രധാനമായിട്ടും ഒരു തരത്തിലും മിണ്ടുന്നില്ല മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ എന്നുള്ളത് കൂടിയാണ്. ശ്രുതി, കീർത്തന, നാളെ മന്ത്രിസഭാ യോഗത്തിൽ വിഴിഞ്ഞം വിഷയം പരിഗണിക്കും എന്നാണ് മനസ്സിലാവുന്നത്. ഇനിയിപ്പോൾ അത് അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിൽ പോലും, കാരണം അത്രയേറെ വലിയ നാണക്കേടാണ് ഒരുപക്ഷെ സർക്കാരിനിത് ഉണ്ടാക്കിയത് എന്നതാണ്. കാരണം വിഴിഞ്ഞം പോർട്ട് നടത്തുന്ന അദാനി കമ്പനി 49% ഷെയറുകൾ MSC കമ്പനിക്ക് വിൽക്കാനുള്ള തീരുമാനമെടുത്തത് സർക്കാർ അറിഞ്ഞിട്ടില്ല എന്നാണ് നിയമസഭയിൽ വി ഡി സതീശൻ പറഞ്ഞത്. പിന്നാലെ കോൺഗ്രസും ഹൈക്കമാൻഡും ഉൾപ്പെടെയുള്ളവർ നിലപാട് കടുപ്പിച്ചു. പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കി. അതിന് പിന്നാലൊരു വാർത്താക്കുറിപ്പ് ഇറക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അതായത് സർക്കാർ അറിഞ്ഞുകൊണ്ടല്ല ഇങ്ങനൊരു നീക്കം എന്നുള്ളത്. അപ്പോഴാണ് പ്രതിപക്ഷം മംഗലാപുരം യാത്ര വിവാദ വിഷയമാക്കിയത്. അതിൽ അദാനിയുടെ പ്രതിനിധികളെ കണ്ടതും ചാർട്ടേഡ് വിമാനത്തിലെ യാത്രയും അതെല്ലാം ഇതിനു വേണ്ടിയായിരുന്നോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയർത്തിയത്. പക്ഷേ ഈ വിവാദങ്ങൾ വന്നിട്ടും ദിവസം ഇത്രയായിട്ടും സർക്കാർ അപ്പുറം ഒന്നും ചെയ്യില്ല എന്ന് അദാനി കമ്പനി സർക്കാരിനെ അറിയിക്കുന്ന വിവരം പുറത്തു വന്നിട്ടും ഇതുവരെയും സർക്കാർ അതിലൊരു നിലപാടെടുത്തില്ല എന്നുള്ളതാണ്. കാര്യം ദിവസം ഇത്ര കഴിഞ്ഞിട്ടും അതിൽ മുഖ്യമന്ത്രി ഒന്ന് സംസാരിക്കുക പോലും പ്രതികരിക്കുക പോലും ചെയ്തില്ല എന്നുള്ളതും ദുരൂഹമായി തുടരുന്നു. ഇത് പ്രതിപക്ഷം പ്രധാന ആയുധമാക്കി എടുക്കുന്നുമുണ്ട്. ഇനിയിപ്പോൾ നാളത്തെ മന്ത്രിസഭാ യോഗമാണ്. നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഇതിൽ എന്തെങ്കിലും രീതിയിലുള്ള തീരുമാനമുണ്ടാകുമോ എന്നതാണ്. അതായത് 25% ഓഹരിയിൽ കൂടുതൽ വിറ്റഴിക്കുമ്പോൾ സർക്കാരിന് മുൻകൂർ അനുമതി വാങ്ങിക്കണം എന്ന് പറയുന്ന എഗ്രിമെന്റ് വ്യവസ്ഥ, ആ വ്യവസ്ഥയാണ് അദാനി ഇല്ലാതാക്കിയിരിക്കുന്നത് എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. ഉറപ്പായും അത് നാളെ മന്ത്രിസഭാ യോഗം പരിഗണിച്ചാൽ ഒരുപക്ഷെ വിമർശനത്തിനുള്ള നാളത്തെ മന്ത്രിസഭാ യോഗം പരിഗണിച്ചാൽ ഒരുപക്ഷെ മറ്റു മന്ത്രിമാർ വിമർശിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും നാളത്തെ മന്ത്രിസഭാ യോഗത്തിലേക്ക് എല്ലാവരും ഉറ്റുനോക്കുകയാണ്. അതാണ് ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് നാളത്തെ ദിവസത്തേക്ക്. ടി.വി. പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.